വിഷ്ണു മുതലുള്ള എല്ലാവരും അതിന് അടിമകളാണ്. സാക്ഷാൽ വാമനമൂർത്തി എന്നെയാണ് പരാജയപ്പെട്ടത്, ബലി എന്നെയാണ് ജയിച്ചത്. സുതലത്തിൽ കാവക്കാരനായിട്ട് നിൽക്കേണ്ടി വരണില്ലേ ഈ മന്വന്തരം മുഴുവൻ വിഷ്ണുവിന്? അത് വിഷ്ണു തോറ്റു എന്നുള്ളതിൻ്റെ തന്നെയാണ്. അവിടെയും പരാജയപ്പെടാനൊരു കാരണമുണ്ട്. ഇങ്ങനെ വൈഖാനസന്മാരുടെ തത്വശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു. വൈഖാനസന്മാരുടെ വാക്കുകളെയാണ് ആപ്തവാക്യങ്ങൾ എന്ന് പ്രസിദ്ധമാക്കി പറഞ്ഞേർന്നതെന്നൊക്കെ പറഞ്ഞ് അവരുടെ മതത്തിൻ്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം ദ്രവ്യശുദ്ധിയെക്കുറിച്ചിട്ടും കൂടി നിഷ്കർഷ വേണം എന്ന് പറഞ്ഞ് ധർമ്മബോധം ഉറയ്ക്കുമ്പോൾ ദ്രവ്യശുദ്ധി അത് കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും വസ്തുക്കളുടെ ഉപയോഗത്തിനനുസരിച്ചും ശുദ്ധികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നും കൂടി പറഞ്ഞിട്ടാണ് കഴിഞ്ഞ അധ്യായം നിർത്തിയത്. ഇനി നരനാരായണ മഹർഷിമാരുടെ കഥ അതും ചോദിക്കേണ്ടായി ആ ചോദ്യങ്ങളിൽ. അപ്പോൾ ആ കഥയാണ് ഇനി വർണ്ണിക്കുന്നത്. ഒരു അരമണിക്കൂർ നിർത്തിയതിന് ശേഷം പുനരാരംഭിക്കുമ്പോൾ ആ കഥകൾ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ സദാം സത്യയുഗം സാക്ഷാൽ സർവദൈവാ സദാംഗലി മധ്യമോ മധ്യമാനാന്തോ ക്രിയായോഗോ യുഗേ സ്മൃതോ കശ്ചിൽ കദാചിത് ഭവതി സത്യധർമാനുവർത്തക അന്യഥാ അന്യയുഗാനാം വൈ സർവേ ധർമ്മപരായണാഃ വാസനാകാരണം രാജൻ സർവത്ര ധർമ്മസംസ്ഥിതൗ തസ്യാം വൈ മലിനായാന്തോ ധർമ്മോപി മലിനോ ഭവേൽ മലിനാ വാസനാ സത്യം വിനാശേതി സർവഥാ ബ്രാഹ്മണോ ഹൃദയാ ജാത പുത്രോ ധർമ്മ ഇതി സ്മൃത ബ്രാഹ്മണ സത്യസമ്പന്നോ വേദധർമ്മരത സദാ ദക്ഷസ്യ ദുഹിതരോ ഹി ഭൃതാ ദശമഹാത്മന വിവാഹവിധിനാ സംയങ് മുനിനാ ഗൃഹധർമ്മിണ താസ്വജീജനൽ പുത്രാൻ ധർമ്മസത്യവതാം വര ഹരിം കൃഷ്ണം ഹരം ജൈവ തഥാ നാരായണം നൃപ യോഗാഭ്യാസരതോ നിത്യം ഹരി കൃഷ്ണോ ബഭൂവഃ നരനാരായണോ ചൈവ ചേരതുസ്തവോത്തമം പ്രാലേയാദ്രിം സമാഗത്യ തീർത്ഥേ ബദരികാശ്രമേ തപസ്വിഷു ധുരീണൗ തൗ പുരാണോ മുനിസത്തമൗ ഗൃണന്തൗ തത്പരം ബ്രഹ്മ ഗംഗായ വിപുലേ തടേ ഹരേരംശോ സ്ഥിതൗ തത്ര നരനാരായണ വൃഷി പൂർണ്ണം വർഷസഹസ്രം തു ചക്രാതേ തപ ഉത്തമം താപിതം ജഗത് സർവം തപസാ സചരാചരം നരനാരായണാഭ്യാഞ്ച ശക്രക്ഷോഭം ദദായയോ ചിന്താവിഷ്ടസഹസ്രാക്ഷോ മനസാ സമകൽപ്പയൽ കിം കർത്തവ്യം ധർമ്മപുത്രോ താപസോ ധ്യാനസംയുതോ സിദ്ധാർത്ഥൗ സുഭൃശം പ്രേഷ്ഠമാസനന്നോ ഗ്രഹീഷ്യത വിഘ്ന കഥം പ്രകർത്തവ്യസ്തപോ യേന ഭവേന്ന ഹി ഉൽപാദ്യ കാമം ക്രോധം ച ലോഭം വാപ്യ അതിദാരുണം ഇത്യുദ്ദിശ്യ സഹസ്രാക്ഷ സമാരുഹ്യ ഗജോത്തമം വിഘ്നകാമസ്തു തരസാ ജഗാമഗന്ധമാദനം ഗത്വാ തത്രാശ്രമേ പുണ്യേ തവാവശ്യച്ഛതകൃതു തപസാ ദീപ്തദേഹൗതോ ഭാസ്കരാവിവ ചോദിതൗ ബ്രഹ്മവിഷ്ണു കിമേതൗ വൈ പ്രകടോ വാ വിഭാവസു ധർമ്മപുത്രാ വൃഷി ഏതൗ തപസാ കിം കരിഷ്യത ഇതി സഞ്ചിന്യതൗ ദൃഷ്ട്വാ തദോവാച ശചീപതി കിം വാ കാര്യം മഹാഭാഗൗ ബ്രൂതം ധർമ്മസുതോ കില ദദാമി വാം വരം ശ്രേഷ്ഠം ദാതും യഥോസ്മ്യഹം ഋഷി അദേഹ്യമപി ദാസ്യാമി തുഷ്ടോസ്മി തപസാ കില വ്യാസ ഉവാച ഏവം പുനഃപുനഃശക്രാസ്താ ഉവാച പുരസ്ഥിത നോ ചതുസ്താ വൃഷി ധ്യാന സംസ്ഥിതോ ദൃഢചേതസൗ തതോ വൈ മോഹിനീം മായാ ചകാരദയ ഭയദാം വൃഷ മൃഗാൻ സിംഹാംശ്ച വ്യാഘ്രാംശ്ച സമുൽപാദ്യ വിഭീഷയൽ വർഷം വാദം തഥാ വന്യം സമുൽപാദ്യ പുനഃ പുനഃ ഭീഷയാമാസ തൗ ശക്രോ മായാം കൃത്വാ വിമോഹിനീം
ഭയത്തോപി വശം നീതൗ നതൗ ധർമ്മസുതോ മുനി നരനാരായണോ ദൃഷ്ട്വാ ശക്രസ്വഭവനം ഗത വരദാനെ പ്രലുബ്ധൗ നഭീതൗ വന്യവായുധ വ്യാഘ്രസിംഹാദിവിക്രാന്തൗ ചലിതൗ നാശ്രമാൽ സ്വകാൽ ന തയോർധ്യാനഭംഗം വൈ കർത്തും കോപി ക്ഷമോ ഭവൽ ഇന്ദ്രോപി സദനം ഗത്വാ ചിന്തയാമാസ ദുഃഖിത ചലിതോ ഭയലോഭാഭ്യ നേമോ മുനിവരോത്തമോ ചിന്തയന്തോ മഹാവിദ്യാമാദിശക്തിം ധനാദനീം ഈശ്വരീം സർവലോകാനാം പരാം പ്രകൃതിമത്ഭുതാം ധ്യായതാം ക്ഷമോ ലോകേ ബഹുമായാഭിദപ്യുത യന്മൂലാः സകലാമായ ദേവാസുരകൃതാः കില തേ കഥം ബാധിതം ശക്താ ധ്യായന്തി ഗതകൽമഷാः വാഗ്ബീജം കാമബീജം ച മായാബീജം തഥൈവ ച ചിത്തേ യസ്യ ഭവേത്തന്തു ബാധിതും കോപി ന ക്ഷമഃ മായയാ മോഹിതശക്രോ ഭൂയസ്തസ്യ പ്രതിക്രിയാം കർത്തും കാമവസന്തൗ തൗ സമാഹൂയാബ്രവീദ്വച മനോഭവവസന്തേന രത്യയുക്തോ വ്രജാധുനാ അപ്സരോപി സമായുക്തസ്തരസാ ഗന്ധമാദനം നരനാരായണോ തത്ര പുരാണാവൃഷിസത്തമോ കുരുതസ്തപ ഏകാന്തേ സ്ഥിതൗ ബദരികാശ്രമേ ഗത്വാ തത്ര സമീപേതോ തയോർമന്മഥമാർഗണൈഃ ചിത്തം കാമാതുരം കാര്യം കുരു കാര്യം മമാധുനാ മോഹിത്വോച്ചാടയിത്വാ വിശിഖൈസ്താടയാശു ച വശീകുരുത മഹാഭാഗ മുനി ധർമ്മസുതാവപി കോക്യസ്മിൻ സർവസംസാരേ ദേവോ ദൈത്യോഥ മാനവ യസ്തേ ബാണവശം പ്രാപ്തോ നയാതി ഭൃജതാഡിത ബ്രഹ്മാഗം ഗിരിജാനാഥശ്ചന്ദ്രോ വന്യർവിമോഹിത ഗണനാകാനയോ കാമത് ത്വദ്ബാണാനാം പരാക്രമേ വാരാംഗനാഗണോയം തേ സഹായാർത്ഥം മയേരില ആഗമിഷ്യതി തത്രൈവ രംഭാദീനം മനോരമാഃ ഏകാതിലോത്തമാരംഭ കാര്യം സാധയിതും ക്ഷമാ ത്വാമേവൈക ക്ഷമഃ കാമം മിളിതൈകസ്തു സംശയ ഗുരുകാര്യം മഹാഭാഗ ദദാമി തവ വാഞ്ചിതം പ്രലോഭിതോ മയാത്യർത്ഥം വരദാനൈസ്തപസ്വിനോ സ്ഥാനാന്ന ചലിതോ ശാന്തൗ വൃഥായം മേ ഗതഃ ശ്രമഃ തഥാ വൈ മായയാ കൃത്വാ ഭീഷിതോ താപസോ ഭൃശം തഥാപി നോത്ഥിതോ സ്ഥാനാദ് ദേഹരക്ഷാപരൗ നതൗ ഇതി തസ്യ വച ശ്രുത്വാ ശക്രം പ്രാകമനോഭവ വാസവാദ്യ കരിഷ്യാമി കാര്യം ദേഹമനസേപ്സിതം യദി വിഷ്ണും മഹേശം വാ ബ്രഹ്മാണം വാ ദിവാകരം ധ്യായന്തൗ തൗ തദാസ്മാകം ഭവിതാരോ വശോ മുനി ദേവി ഭക്തം വശീകർത്തും നാഗം ശക്ത കഥഞ്ജന കാമരാജം മഹാബീജം ചിന്തയന്തം മനസ്യലം താം ദേവീം ചേൻ മഹാശക്തിം സംശ്രിതോ ഭക്തിഭാവത ന തദാ മമ ബാണാനാം ഗോചരോ താപസോ കില ഇന്ദ്ര ഉവാച ഗച്ഛത്വം ച മഹാഭാഗ സർവൈസ്തത്ര സമുദ്യതൈഃ കാര്യം മമാതി ദുസ്സാധ്യം കർത്താഖിലമനുത്തമം വ്യാസ ഉവാച ഇതി തേന സമാധിഷ്ഠായ സർവേ സമുദ്യതാഃ യത്ര തൗ ധർമ്മപുത്രൗ ദ്വൗ തേ പാതേ ദുഷ്കരന്തവ ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ പഞ്ചമോധ്യായ സർവത്ര ജഗദംബികായൈ നമഃ ശ്രീ മഹാദേവ്യൈ നമഃ
മനുഷ്യരുടെയൊക്കെ പൊതുവായ ഒരു സ്വഭാവം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം ആരംഭിച്ചത്. ധർമ്മബുദ്ധിയുള്ളവർ, ധർമ്മത്തിൽ ഉറച്ച ബുദ്ധി, ധർമ്മം അനുഷ്ഠിക്കുന്നവർ ഭൂമിയിലെ ഏതെങ്കിലും കോണിൽ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായിന്ന് വരാമെന്നാണ്. അത്രേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ധർമ്മബോധം ഉറക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മം നല്ലോണം ഉറച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈശ്വരനും അയാളും വലിയ വ്യത്യാസം ഇല്ലാണ്ടാവും. വലിയതെന്നല്ല, ഒരു വ്യത്യാസം ഇല്ലാണ്ടാവും. സദാസമയം ശ്രീമദ് ഭാഗവത്തിലുണ്ടല്ലോ ഭരതയോഗീശ്വരൻ്റെയൊക്കെ കഥ. ധർമ്മബോധം ഉറച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളൊക്കെ ആവും അദ്ദേഹം. അത്രത്തോളം ധർമ്മനിഷ്ഠ. അതുപോലെ തന്നെ ദ്രോഹബുദ്ധി ഇല്ലാത്തവർ, അതും എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ആളെ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും ദ്രോഹബുദ്ധിയുണ്ട്. തള്ളക്കി ചുട്ടാലേ തള്ളക്കി ചുട്ടാ കുട്ടി ചോട്ടിൽ എന്നൊരു പ്രമാണം പറയില്ലേ? അപ്പോളേ അറിയുള്ളൂ അമ്മയ്ക്ക് ഏറ്റവും അധികം സ്നേഹം എനിക്ക് എൻ്റെ കുട്ടിയോടല്ല, എനിക്ക് എന്നോട് തന്നെയാണ് കൂടുതൽ സ്നേഹം എന്ന് അപ്പോളേ മനസ്സിലാവുള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ എത്ര ദ്രോഹമാണ് ചെയ്യണത് എന്നറിയും. അപ്പോൾ ദ്രോഹം, മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് നമ്മൾ അറിയാണ്ട് എത്രയോ ദ്രോഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ്രോഹം ചെയ്യില്ല എന്ന് ഉറപ്പുള്ളവർ ഭൂമിയിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ ഇന്ദ്രൻ്റെ മഹാപാപത്തിൻ്റെ വലുപ്പം പറയുക. ദ്രോഹിക്കുന്നവരെ നമുക്ക് തിരിച്ചും ദ്രോഹിക്കാനൊക്കെ തോന്നാം. ശാന്തനെ ദ്രോഹിക്കുക, അത് ഇന്ദ്രൻ തന്നെ ചെയ്താൽ അപ്പം പിന്നെ പറയാണ്ടോ ബാക്കിയുള്ളവരുടെ കഥ എന്നാണ് പറയുന്നത്. ശാന്ത സ്വഭാവത്തിലുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ ഇന്ദ്രൻ തന്നെ പുറപ്പെട്ടു. അതാണ് നരനാരായണ മഹർഷിമാരുടെ കഥ എന്ന് പറഞ്ഞിട്ടാണ് ആ കഥയിലേക്ക് കിടക്കുന്നത്. സാധുക്കൾ, അസാധുക്കൾ, മധ്യമന്മാർ, ഇങ്ങനെ 3 കൂട്ടരാണ് ഈ ലോകത്തിലുള്ളത് എന്നാണ്. സാധുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ധർമ്മബുദ്ധിയുള്ളവരെന്നർത്ഥം. അതാണ് സാധുക്കൾ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ സാധുക്കൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവരെന്നൊക്കെ പറയും. അതല്ല, ഭാഗവത്തിൽ ഈ ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ സാധുക്കളെന്ന് പറയുമ്പോൾ ധർമ്മബുദ്ധി ഉറച്ചിട്ടുള്ളവരെന്നർത്ഥമാണ്. പിന്നെ അസാധുക്കൾ, അത് ദോഷബുദ്ധിയിൽ തന്നെ പര ഉപദ്രവത്തിൽ ഇങ്ങനെ രസിച്ചും കൊണ്ട് നടക്കുന്നവരെ അസാധുക്കൾ എന്ന് പറയും. ഇതിൻ്റെ മധ്യമന്മാരെന്നും പറയുന്നതാണ്. ഇങ്ങനെ സാധുക്കളെ ദ്രോഹിക്കുക എന്നുള്ളത് ഇന്ദ്രൻ തന്നെ ചെയ്യണു എന്നുള്ളതാണ് മായാഭഗവതിയുടെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരിൽ നാഥനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രൻ തന്നെ ധർമ്മത്തെ സ്ഥാപിക്കുന്നവരാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ ധർമ്മിഷ്ഠന്മാരാണ്. അതിൽ നേതാവായിട്ടുള്ള ആൾക്ക് പോലും ശാന്തസ്വഭാവികളെ ഉപദ്രവിക്കണമെന്ന് തോന്നണതിൻ്റെ കാരണം എന്താ? അവർക്കും ഭയം എന്ന വികാരമുണ്ട് എന്നുള്ളതാണ്. ഇന്ദ്രന് ഭയമുണ്ട്, സ്ഥാനമോഹമുണ്ട് എന്നുള്ളതാണ്. ദേവന്മാരുടെ ദോഷം അതാണെന്ന് പറയുക. സ്ഥാനമോഹമുണ്ട് അവർക്ക്. അവർ ധർമ്മിഷ്ഠന്മാരാണ്, ധർമ്മത്തെ എപ്പോഴും സ്ഥാപിച്ചുകൊണ്ടിരിക്കും. അസുരന്മാരെ എപ്പോഴും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയാണ് അവരുടെ പണി. എന്ന് പറഞ്ഞാൽ അധർമ്മം എവിടെ ഉണ്ടോ അതിനെ അടിച്ചമർത്തുക എന്നുള്ളത് ദേവന്മാരുടെ സ്വഭാവമാണ്. അപ്പം അത്രയും ധർമ്മനിഷ്ഠന്മാരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ സ്ഥാനത്തെക്കുറിച്ചുള്ളൊരു മോഹമുണ്ട്. സ്ഥാനമോഹമാണ് അവരെ നിലനിർത്തുന്നത് എന്നാണ്. അതാണ് അവരുടെ ഒരു ദോഷവും. അങ്ങനെയുള്ളപ്പോഴാണ് ഈ കശ്യപൻ 13 പേരെ വിവാഹം കഴിച്ചതിൽ ദക്ഷന് പ്രസൂതിയിൽ 16 പെൺകുട്ടികളുണ്ടായി. അതിൽ 10 പേരെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു. ആ 10 ധർമ്മദേവൻ്റെ 10 പത്നിമാരിൽ മൂർത്തി എന്ന പത്നിയിലാണ് ഈ നരനാരായണ മഹർഷിമാർ ജന്മം കൊള്ളണത്. അവർ മാറി മാറി യുദ്ധം ചെയ്തിട്ട് സഹസ്രകവചനെ കൊന്നിട്ട് ശാന്തമായിട്ട് ബദരി ആശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബദരി ആശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തപസ്സിൽ പരിഭ്രമം വന്നിട്ട് ഇന്ദ്രൻ ചെന്നു എന്നാണ്. ഇന്ദ്രൻ ചെന്ന് അവരുടെ മുമ്പിലാണ് നിന്നിട്ട്, നിങ്ങളുടെ തപസ്സിൽ ഞാൻ പ്രസാദിച്ചിട്ടുണ്ട്,
നിങ്ങൾ എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇവർ സമാധിയിൽ നിന്ന് ഉണർന്നു തന്നെ ഇല്ല. അത് ഈ വിദ്യ പറയണത് ഞങ്ങൾക്ക് കേൾക്കണോ എന്നുള്ള നാട്യം. സമാധിയിൽ നിന്ന് ഉണർന്നേ ഇല്ല എന്നാണ്. അപ്പോൾ ഇന്ദ്രന് കുറച്ചും കൂടി പരിഭ്രമായി. ഇന്ദ്രൻ കുറേശ്ശെ ആക്രമിക്കാൻ തുടങ്ങിയതാണ്. അതിഗംഭീരമായിട്ട് മഴ പെയ്യിപ്പിച്ചു. അതുപോലെ ക്രൂര മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ച് അവരെ ഉപദ്രവിക്കാൻ പറഞ്ഞയച്ചു. അവരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സിംഹങ്ങൾ, നല്ല വിഷമുള്ള സർപ്പങ്ങളൊക്കെ അങ്ങോട്ട് അടുത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ തപസ്സിൻ്റെ ശക്തി കണ്ടു കഴിഞ്ഞാൽ ആ മൃഗങ്ങളൊക്കെ തലയും താത്തി അവിടുന്ന് ശാന്തരായിട്ട് ഇങ്ങോട്ട് പോരുകയാണ്, ക്രൂര മൃഗങ്ങളൊക്കെ. അങ്ങനെ ഇന്ദ്രൻ വല്ലാണ്ട് പാടുപെട്ടു. ഒടുക്കം പരാജയം സമ്മതിച്ച് അവിടുന്ന് ഓടിപ്പോയി എന്നാണ്. ഇന്ദ്രൻ നരനാരായണ മഹർഷിമാരുടെ പ്രഭാവത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളത് സ്ഥാപിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ അധ്യായത്തിൽ വർണ്ണിച്ചത്. അങ്ങനെ പേടിച്ചു പോയ ഇന്ദ്രൻ തിരിച്ചു വന്നിട്ട് അവരോട് ക്ഷമായാചനം നടത്തുകയാണ്, നരനാരായണ മഹർഷിമാരോട്. പിന്നെ അപ്സരസുകളെയൊക്കെ പറഞ്ഞിട്ട് നൃത്തം വെച്ചിട്ട് അവരെ നരനാരായണ മഹർഷിമാരെ ഇളക്കാൻ പറ്റുമെന്ന് നോക്കിക്കലാണ്. പിന്നെ കാമദേവനെയൊക്കെ പറഞ്ഞയച്ചു എന്നാണ് അടുത്ത അധ്യായത്തിൽ അതാ വർണ്ണിക്കുന്നത്. കാമദേവനെയൊക്കെ പറഞ്ഞയച്ചിട്ട് വസന്ത ഋതുവോട് കൂടിയിട്ടാണ്. നല്ല പൂക്കാലം അവിടെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു. എന്നിട്ട് നല്ല പൂക്കളുടെ ഗന്ധം അതിങ്ങനെ വരുമ്പോൾ കാമാർത്തി ഉണ്ടാവാണ്ട് വയ്യ എന്നാണ്. അങ്ങനെ കാമദേവൻ പഞ്ചബാണങ്ങളെ കൊണ്ട് അമ്പ ചെയ്തു. അപ്സരസുകൾ നൃത്തം വെച്ചു. എന്നിട്ടൊന്നും അവർക്ക് നരനാരായണന്മാരുടെ തപശക്തിയിൽ നിന്ന് അവരെ ഇളക്കാൻ പറ്റിയില്ല എന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ഈ അപ്സരസുകൾക്കൊരു സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ച് നരനാരായണ മഹർഷിമാർ സമാധിയിൽ നിന്ന് ഉണർന്ന് അവരുടെ തുടയിൽ ഇങ്ങനെ ഒഴിഞ്ഞ് ആ തുടയിൽ നിന്ന് ചളികൾ ഉരുട്ടി വെച്ച് രണ്ടാൾ ഉരുട്ടി വെച്ചു. അതിനെ രണ്ടിനെയും കൂടി കൂട്ടി അപ്പോൾ ഒരു സുന്ദരി അവിടുന്ന് വന്നു എന്നാണ്. അതാണ് ഉർവശി. അങ്ങനെ ഉർവശിയെ ഈ അപ്സരസുകളുടെ നാഥയാക്കിയിട്ട് പറഞ്ഞിട്ട് ഈ പ്രഹ്ലാദനും ഇങ്ങനെ അഹങ്കാരത്തിന് അടിമയായി നരനാരായണ മഹർഷിമാരോട് യുദ്ധം ചെയ്യാണ്ടായിട്ടുള്ള സന്ദർഭം വർണ്ണിക്കുകയാണ്. എങ്ങനെ ബദരികാശ്രമത്തിലെത്തിയ തപസ് ചെയ്യുന്ന നരനാരായണ മഹർഷിമാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഹ്ലാദൻ അവിടെ എങ്ങനെ എത്തിയേ എന്ന് ജനമേജയൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറയാണ്, ഹിരണ്യകശിപു നരസിംഹമൂർത്തിയാൽ നിഗ്രഹിക്കപ്പെട്ടതിന് ശേഷം പ്രഹ്ലാദനെ രാജാവാക്കി. പ്രഹ്ലാദനാണെങ്കിൽ തപസ്, ധർമ്മം, തീർത്ഥയാത്ര എന്നിവയിൽ അങ്ങനെ മുഴുകി ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുക, ഇങ്ങനെ സൽക്കർമ്മങ്ങളിൽ അങ്ങനെ സദാസമയം മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കാനാണ് പ്രഹ്ലാദന് ഇഷ്ടം. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തീർത്ഥയാത്രയ്ക്കൊക്കെ ഇടയ്ക്ക് പോകും. അങ്ങനെ ഒരിക്കൽ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ ഭൃഗുവിൻ്റെ പുത്രനായിട്ടുള്ള ച്യവന മഹർഷി പാതാളത്തിൽ തീർത്ഥയാത്രയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അതൊരു കഥ, അതൊന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സർപ്പം പിടിച്ചു എന്നും ആ സർപ്പം പിടിച്ചപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ച്യവന മഹർഷി തട്ടി തിരിഞ്ഞിട്ട് അങ്ങോട്ട് തീർത്ഥയാത്രയുടെ അവിടെ പാതാളത്തിൽ വന്നതാണ്. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ട് പ്രഹ്ലാദൻ ച്യവന മഹർഷിയെ കണ്ട് ചോദിച്ചു, ഏതാ ഈ തീർത്ഥങ്ങൾ എന്ന് പറയണത് എന്നാണ്. തീർത്ഥസ്നാനം ചെയ്യണത് വളരെ നല്ലതാണ്, തീർത്ഥാടനങ്ങൾ നടത്തുന്നത് വളരെ നല്ലതാണെന്ന് പലപ്പോഴും കേൾക്കാം. ഏതാ ഈ തീർത്ഥങ്ങൾ? ച്യവന മഹർഷിയോട് പ്രഹ്ലാദൻ ചോദിച്ചപ്പോൾ ച്യവന മഹർഷി പറയുക, തീർത്ഥങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സ് ശുദ്ധമായവന് എല്ലാം തീർത്ഥമാണ്, മനസ്സ് ശുദ്ധമാവാത്തവന് ഗംഗയും പോലും ഒരു തീർത്ഥം ആവില്ല എന്നാണ്. അപ്പം മനസ്സ് ശുദ്ധാവാൻ വേണ്ടിയിട്ടാണ് തീർത്ഥങ്ങളിലൂടെ പോണത്, അത് ശരിയാണ്. ആ തീർത്ഥങ്ങളിൽ പോകുമ്പോൾ ആ ഒരു മനോഭാവം എപ്പോഴും ഉണ്ടാവണം എന്നാണ്. അപ്പം ആ തീർത്ഥങ്ങൾ പലതും നല്ലതും ചീത്തതുമായിട്ടൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ വിരോധമൊന്നുമില്ല. അപ്പം അങ്ങനെ ബദരി ആശ്രമം നല്ല തീർത്ഥമാണ്. അതുപോലെ ഗംഗ, ഇങ്ങനെ തുടങ്ങി കുറേ തീർത്ഥങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ അതിലൊക്കെ തീർത്ഥാടനം നടത്തണമെന്ന് തോന്നി. ച്യവന മഹർഷിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പ്രഹ്ലാദൻ അസുരന്മാരെ കൂട്ടിയിട്ട് അനവധി തീർത്ഥാടനം നടത്തുകയാണ് എന്നാണ്. അങ്ങനെ തീർത്ഥാടനം നടത്തി നൈമിഷാരണ്യത്തിലെത്തി എന്നാണ്. നൈമിഷാരണ്യത്തിലെത്തി അവിടുന്ന് ബദരികാശ്രമത്തിലേക്ക് എത്തി. അപ്പോഴാണ് ഈ നരനാരായണ മഹർഷിമാരെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത അധ്യായം സമർപ്പിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമോധ്യായ. സൂത ഉവാച
इति पृष्टस्तदा विप्रो राज्ञा परीक्षितेन वै उवाच विस्तराल् सर्वं व्यासः सत्यवती सुता जनमेजयो विधर्मात्मा निर्वेदं परमं गतः चित्तं दुश्चरितं मत्वा वैराडीतनयस्य वै तस्यैवोद्धरणार्थाय चकार सततं मनः विप्रावमानपापेन यमलोकगतस्य वै पुन्नामनरगाद्यस्माल् त्रायते पितरं स्वगं पुत्रेति नाम सार्थं स्यात् तेन तस्य मुनीश्वराः सर्पदष्टं नृपं श्रुत्वा कर्म्यो परिमृतं तथा विप्रशापाद उत्तरेयं स्नानदानविवर्जितं पितुर्गतिं निशम्यासौ निर्वेदं गतवान् नृप पारीक्षितो महाभाग सन्दप्तो भयविह्वल पप्रच्छाथ मुनिं व्यासं गृगागतमनिन्दित नरनारायणस्येमां कथां परमविस्तृतां व्यास उवाच स यदा निगतो रौद्रो हिरण्यकशिपुर्नृप अभिषक्तस्तदा राज्ये प्रह्लादो नाम तत्सुधा तस्मिन् शासति दैत्येन्द्रे देवब्राह्मणपूजके मखैर्भूम्यां नृपतयो यजन्तश्रद्धयान्विताः ब्राह्मणाश्च तपोधर्मतीर्थयात्राश्च कुर्वते वैश्याश्च स्वस्ववृत्तिस्थाः शूद्राः शुश्रूषणे रताः नृसिंहेन च पाताळे स्थापितसोऽथ दैत्यराट् राज्यं चकार तत्रैव प्रजापालनतल्परः कदाचित् भृगुपुत्रोऽथ च्यवनाख्यो महातपाः जगाम नर्मदां स्नातुं तीर्थं वै व्याघ्रीश्वरं रेवा महानदीं दृष्ट्वा ततस्तस्यामवादरल् उत्तरन्तं प्रजग्राग नागो विषभयङ्कर गृहीतो भयभीतस्तु पाताळे मुनिसत्तमः सस्मार मनसा विष्णुं देवदेवं जनार्दनम् संस्मृते पुण्डरीकाक्षे निर्विशोभुन्महोरग न प्रापच्यवनो दुःखं नीयमानो रसातलं द्विजिह्वेन मुनिस्त्यक्त्वा निर्विण्णेनातिशङ्किता मां शपेत मुनिः क्रुद्धस्तापसोऽयं महानिधि चचार नागकन्याभिः पूजितो मुनिसत्तमः विवेशाप्यथ नागानां दानवानां महल्पुरं कदाचित् भृगुपुत्रं तं विचरन्तं पुरोत्तमे ददर्श दैत्यराजोऽसौ प्रह्लादो धर्मवल्सला दृष्ट्वा तं पूजयामास मुनिं दैत्यवतिस्तदा पप्रच्छ कारणं किं ते पातालगमने वद प्रेषितोऽसि किमिन्द्रेण सत्यं ब्रूहि द्विजोत्तम दैत्यविद्वेषयुक्तेन मम राज्यदिदृक्षया च्यवन उवाच किं मे भगवता राजन् यदाहं प्रेषितः पुनः दूतकार्यं प्रकुर्वाण प्राप्तवान् नगरे तदा विद्धि मां भृगुपुत्रं तं सुनेत्रं धर्मतल्परं मा शङ्कां कुरु दैत्येन्द्र वासवप्रेषितस्य वै स्नानार्थं नर्मदां प्राप्त पुण्यतीर्थे नृपोत्तम नद्यामेवावतीर्णोऽहं गृहीतश्च महाहिना जातोऽसौ निर्विशः सर्पो विष्णोः संस्मरणादिव मुक्तोऽहं तेन नागेन
പ്രഭാവാൽ സ്മരണസ്യ വൈ അത്രാഗതേന രാജേന്ദ്ര മയാ തവ ദർശനം വിഷ്ണുഭക്തോസി ദൈത്യേന്ദ്ര തദ്ഭക്തം മാം വിചിന്തയ. വ്യാസ ഉവാച തന്നിശമ്യ വചശ്ലക്ഷം ഹിരണ്യകശിപോസ്സുത പപ്രച്ഛ പരയാ പ്രീത്യാ തീർത്ഥാനി വിവിധാനി ച. പ്രഹ്ലാദ ഉവാച പൃഥിവ്യാങ്കാനി തീർത്ഥാനി പുണ്യാനി മുനിസത്തമ പാതാളേ ച തഥാകാശേ താനി നോവദ വിസ്തരാൽ. ച്യവന ഉവാച മനോവാക്കായ ശുദ്ധാനാം രാജ്യം സ്ഥിയർത്ഥം പദേ പദേ തഥാ മലിനചിത്താനാം ഗംഗാപി കീകടാധികാം. പ്രഥമം ചേന്മനഃശുദ്ധം ജാതം പാപവിവർജിതം തഥാ തീർത്ഥാനി സർവാണി പാവനാനി ഭവന്തി വൈ. ഗംഗാതീരേ ഹി സർവത്ര വസന്തി നഗരാണി ച വ്രജാശ്ചൈവാകരാ ഗ്രാമാഃ സർവേ ഖേടാസ്തഥാപരെ നിഷാദാനാം നിവാസാശ്ച കൈവർത്താനം തഥാപരെ ഗൂണവംഗഖസാനാഞ്ച മ്ലേച്ഛാനാം ദൈത്യസത്തമ. പിബന്തി സർവദാ ഗംഗം ജലം ബ്രഹ്മോപമം സദാ സ്നാനം കുർവന്തി ദൈത്യേന്ദ്ര ത്രികാലം സ്വേച്ഛയാ ജനാഃ തത്രൈകോപി വിശുദ്ധാത്മാ ന ഭവത്യേവ മാരിഷ. കിം ഫലം തരികി തീർത്ഥസ്യ വിഷയോപഗതാത്മസു കാരണം മന ഏവാത്ര നാന്യദ്രാജൻ വിചിന്തയ. മനഃശുദ്ധി പ്രകർത്തവ്യ സതതം ശുദ്ധിമിച്ഛത. തീർത്ഥവാസി മഹാപാപി ഭവേത്തത്ര ആത്മവഞ്ചനാൽ തത്രൈവാചരിതം ഭാവം ആനന്ദ്യായ പ്രകൽപ്പത്തെ. യഥേന്ദ്രവാരുണം വക്കും ഇഷ്ടം നൈവോപജായതേ ഭാവദുഷ്ടസ്തഥാ തീർത്ഥകൂടി സ്നാതോ ന ശുദ്ധ്യതി. പ്രഥമം മനസശുദ്ധി കർത്തവ്യാശുഭമിച്ഛത ശുദ്ധേ മനസി ദ്രവ്യസ്യ ശുദ്ധിർഭവതി നാന്യഥാ. തഥൈവാചാരശുദ്ധി സ്യാൽ തതസ്തീർത്ഥം പ്രസിദ്ധ്യതി അന്യഥാ തു കൃതം സർവം വ്യർത്ഥം ഭവതി തൽക്ഷണാൽ. ഹീനവർണ്ണസ്യ സംസർഗം തീർത്ഥേ ഗത്വാ സദാ ത്യജേൽ ഭൂതാനുകമ്പനം ചൈവ കർത്തവ്യം കർമ്മണാധിയാ. യദി പൃച്ഛസി രാജേന്ദ്ര തീർത്ഥം വക്ഷ്യാമ്യനുത്തമം പ്രഥമം ദൈമിഷം പുണ്യം ചക്രതീർത്ഥം ച പുഷ്കരം അന്യേഷാം ചൈവ തീർത്ഥാനാം സംഖ്യാ നാസ്തി മഹീതലേ പാവനാനി ച സ്ഥാനാനി ബഹൂനി നൃപസത്തമ. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം രാജാ നൈമിഷം ഗന്തുമുദ്യത നോദയാമാസ ദൈത്യാൻ വൈ ഹർഷനിർഭരമാനസ. പ്രഹ്ലാദ ഉവാച ഉത്തിഷ്ഠന്തു മഹാഭാഗാ ഗമിഷ്യാമോദ്യ നൈമിഷം ദ്രക്ഷ്യാമ പുണ്ഡരീകാക്ഷം പീതവാസസമച്യുതം. വ്യാസ ഉവാച ഇത്യുക്ത്വാ വിഷ്ണുഭക്തേന സർവേ തേ ദാനവാസ്തദാ തേനൈവ സഹപാതാളാം നിരീയയു പരയാമുദ. തേ സമേത്യ ച ദൈതേയാം ദാനവാശ്ച മഹാബലാഃ നൈമിഷാരണ്യമാസാദ്യ സ്നാനം ചക്രുർമുദാന്വിതാഃ. പ്രഹ്ലാദസ്തത്ര തീർത്ഥേഷു ചരൻ ദൈത്യൈഃ സമന്വിതഃ സരസ്വതി മഹാപുണ്യാം ദദർശ വിമലോദകാം. തീർത്ഥേ തത്ര നൃപശ്രേഷ്ഠ പ്രഹ്ലാദസ്യ മഹാത്മന മനഃപ്രസന്നം സഞ്ജാതം സ്നാത്വാ സാരസ്വതേ ജലേ. വിധിവത്തത്ര ദൈത്യേന്ദ്ര സ്നാനദാനാധികം ശുഭേ ചകാരാപി പ്രസന്നാത്മാ തീർത്ഥേ പരമപാവനേ. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഷ്ടമോധ്യായ. സർവത്ര ജഗദംബികായൈ നമഃ. ശ്രീമഹാദേവ്യൈ നമഃ. ഈ തീർത്ഥസ്നാനം മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മനഃശുദ്ധി ഉണ്ടായാലേ തീർത്ഥസ്നാനം കൊണ്ട് കാര്യമുള്ളൂ എന്നാണ്. ഇത് പരസ്പര പൂരകങ്ങളാണ്. തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ
നമുക്ക് മനഃശുദ്ധി ഉണ്ടാവും. പിന്നെ ആ തീർത്ഥ സ്നാനം ചെയ്യുമ്പോൾ നമ്മുടെ മനഃശുദ്ധി ഇല്ലെങ്കിൽ തീർത്ഥത്തെ പോലും തീർത്ഥം അല്ലാണ്ടേക്കും ചെയ്യും. അപ്പം പരസ്പര പൂരക ഈ ബോധം ഉണ്ടാവണം എന്നാണ്. അപ്പം ആത്മാവിനെ വഞ്ചിക്കുന്നവൻ, ഒരു ശ്ലോകത്തിൽ പറയുന്നു, ആത്മവഞ്ചനം ചെയ്യുന്ന ആള് ഒരിക്കലും ഒരു തീർത്ഥത്തെയും പരിശുദ്ധമാക്കൂല്ല, ഒരു തീർത്ഥം അയാളെയും പരിശുദ്ധാക്കില്ല. അപ്പം ആത്മവഞ്ചന ചെയ്യരുത് എന്നുള്ളതാണ്. ഈ ആത്മവഞ്ചന എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദിവസേന ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് പലതും അറിഞ്ഞിട്ടും നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടാവും. കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പറയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ ഇവിടെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നണത്, നമ്മൾ ആത്മാവിനെ പൂജിക്കണം. ആദ്യം നമ്മൾ നമ്മളെ പൂജിക്കണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മളെ പൂജിക്കണം. നമ്മളെ പൂജിച്ചതിന് ശേഷം മാത്രമേ ഈശ്വരനെ പൂജിക്കാൻ പാടുള്ളൂ. അതാണ് ആത്മാരാധന എന്ന് പറയുന്നത്. ആത്മാരാധന വളരെ പ്രാധാന്യമുണ്ട്. അത് ആത്മവഞ്ചന ചെയ്തിട്ട് ഭഗവാന് എന്തെങ്കിലും, ഭഗവാന് ഞാൻ കൊടുക്കാറുള്ളതാണ്, അത് കൊടുക്കാണ്ട് പോവുകയില്ല, കുറിച്ചിട്ടില്ല എന്നാലും സാരില്ല, അത് കൊടുത്തിട്ട് വേണം ഓഫീസിൽ പോകാൻ. അങ്ങനെ ഭഗവാൻ ഒന്നും കൊടുത്തോളുന്നില്ല, അത് അനർത്ഥം ഉണ്ടാക്കുള്ളൂ എന്നാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ആത്മാവിനെ പരിശുദ്ധമാക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ശരീരശുദ്ധി, യമനിയമങ്ങളെ കൊണ്ട് ശരീരശുദ്ധി, മനഃശുദ്ധി ഇത് നേടിയെടുക്കണം എന്നാണ്. യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധികൾ, അഷ്ടാംഗ യോഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണത് നമ്മൾക്ക് ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം ഭഗവാൻ ഇതൊക്കെ ചെയ്യാൻ. ഭഗവാനെ കുളിപ്പിക്കണമെങ്കിൽ നമ്മൾ കുളിക്കാണ്ട് ഭഗവാനെ കുളിപ്പിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണ് പൂജ ചെയ്യണം. അപ്പോൾ വീട് എന്ന് പറയുന്നത് ആ വീട് പരിശുദ്ധമാക്കാണ്ട് വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ തുടങ്ങി അവനവൻ്റെ കാര്യങ്ങൾ ഭംഗിയാവണം എന്നുണ്ടെങ്കിൽ ഇപ്പം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്ത് പിന്നെ എന്ത് ചെയ്തിട്ടെന്താ കാര്യം? മുഷിഞ്ഞ വസ്ത്രം തിരുമ്പിയിട്ടേ കുളിക്കാൻ പാടും. നമ്മൾ ഒരു മുഷിഞ്ഞ വസ്ത്രം കെട്ടിക്കിടക്കാൻ പാടില്ല എപ്പോഴും. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ അതാത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് ദിവസം കഴിയണം. രാവിലത്തെ ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരത്തേക്ക് വെച്ചാലും വൈകുന്നേരത്തെ ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസത്തേക്ക് ആവരുത്. പിറ്റേ ദിവസത്തേക്കുള്ള ഒരു കാര്യം ചിന്തിക്കാണ്ട് വേണം കിടന്നുറങ്ങാൻ, എന്നാലേ സുഷുപ്തി നേരെ കിട്ടുള്ളൂ എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കാൻ എത്ര കാര്യങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണ സാധനങ്ങൾ വെറും 6 മണിക്കൂർ അതിന് ശാശ്വതമായ നിലനിൽപ്പുള്ളൂ എന്നാണ്. ഇങ്ങനെ നമ്മൾ അന്നത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ഒക്കെ ആത്മവഞ്ചന എത്ര ചെയ്യുന്നുണ്ട്. ആ ആത്മവഞ്ചന ചെയ്യാതിരിക്കുമ്പോഴേ നമ്മൾ പുണ്യതീർത്ഥങ്ങളിൽ പോയിട്ട് കാര്യമുള്ളൂ എന്നർത്ഥം. അപ്പം അതാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. ആത്മാരാധനയാണ് ഏറ്റവും, ഈശ്വരാരാധനയേക്കാൾ അപ്പുറത്തുള്ളതാണ് ആത്മാരാധന. അപ്പം നമുക്ക് ഈ ശരീരം തന്നിട്ടുണ്ട്, ഈ ജീവൻ ഈ ശരീരത്തിൽ തന്നത് ഈശ്വരനെ ഭജിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യം ഈ ഈശ്വരൻ കുടികൊള്ളുന്ന ഈ ശരീരത്തിനെ ആദ്യം ശുദ്ധമാക്കണം. ഈ ശരീരത്തിനൊരു മമത ഉണ്ടാവണം. ഈ ശരീരത്തിനെ, മമത എന്ന് പറഞ്ഞാൽ മമതയല്ല ഉണ്ടാവേണ്ടത്, ഈ ശരീരത്തിനോടൊരു ഭക്തി ഉണ്ടാവണം ആദ്യം. എന്നിട്ട് ശരീരത്തിനെ ആരാധിക്കണം. അങ്ങനെ ആത്മാരാധന ചെയ്തിട്ട് വേണം ഈശ്വരാരാധന. അപ്പം ആത്മവഞ്ചന ചെയ്യുന്നവർ ഒരു തീർത്ഥത്തിലും പോയിട്ട് കാര്യമില്ല എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറയുന്നത്. ഏതായാലും പ്രഹ്ലാദൻ ച്യവന മഹർഷിയുടെ ആ തീർത്ഥ സ്നാനത്തിൻ്റെ വൈഭവമൊക്കെ പറഞ്ഞു കേട്ട് തീർത്ഥാടനങ്ങൾ നടത്തി പല ദിക്കിലും നിന്നാണ്. അതിൻ്റെ ലിസ്റ്റൊക്കെ പറയേണ്ടത് പലതും ചക്രതീർത്ഥം, നൈമിഷം, പുഷ്കരം തുടങ്ങിയിടത്തും പിന്നെയും പല ദിക്കിലൊക്കെ തീർത്ഥസ്നാനം ചെയ്ത് അവസാനം നൈമിഷാരണ്യത്തിന് വന്ന് കുളിച്ച് എന്തെന്നില്ലാത്ത നിർവൃതി അനുഭവിച്ചു. അവിടെ അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് സരസ്വതി നദിയെ കണ്ടു എന്നാണ്. ആ സരസ്വതി നദിയെ കണ്ട് അതിലങ്ങോട്ട് മുങ്ങിയപ്പോൾ ആ സാരസ്വത തീർത്ഥത്തിൽ എന്നാണ് പറയണത്. സാരസ്വത തീർത്ഥത്തിൽ അങ്ങോട്ട് മുങ്ങിയപ്പോൾ പ്രഹ്ലാദനുണ്ടായിട്ടുള്ളൊരു നിർവൃതി, ആ നിർവൃതി ഇങ്ങനെ ആസ്വദിച്ചും കൊണ്ട് അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഒരു മരത്തുമ്പിൽ